2025 ഒക്ടോബർ 31 ഒരു കനത്ത മഴയുള്ളൊരു ദിവസം തമിഴ്നാട് ഈറോഡിലൊരു വാഴത്തോപ്പിൽ ജോലിക്കെന്ന ജോലിക്കാരൻ വാഴയില മുറിക്കുന്ന കത്തി നിലത്തെടുക്കുന്ന കണ്ടു. ഇയാളത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൽ രക്തക്കറ ഉണ്ടായിരുന്നു. പേടിച്ച് അയാൾ ഉടൻ തന്നെ ഈ വാഴത്തോപ്പിൻ്റെ ഉടമയായിട്ടുള്ള മോഹൻകുമാറിനെ വിവരം അറിയിച്ചു. അയാൾ വഴി പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു. ആ വാഴത്തോപ്പ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ലേഡീൻ്റെ ബോഡിയും കണ്ടെത്തി. ഇനി ഈ ഒരു സംഭവം മൊത്തത്തിൽ സിനിമാ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ഈ ഒരു കേസിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ഈറോഡിനടുത്താണ്. ഈറോഡിനടുത്ത് ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗോപിച്ചെട്ടിപ്പാളയം അതൊരു നഗരപ്രദേശമാണ്. ഈ നഗരപ്രദേശത്തിനടുത്തുള്ള വാഴത്തോപ്പിലാണ് ഇക്കഴിഞ്ഞ മാസം ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒക്ടോബർ 29 ഗോപിച്ചെട്ടിപ്പാളയത്തിന് സമീപത്തുള്ള അപ്പക്കുടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്ന ആർ സോണിയ എന്ന് പറയുന്ന യുവതിയെ കാണാതാകുന്നു. ആ യുവതിയെ കാണാതാകുന്നത് സംബന്ധിച്ച് ഗോപിച്ചെട്ടിപ്പാളയം പോലീസിന് അവരുടെ മാതാവ് 60 വയസ്സുള്ള ഒരു സ്ത്രീ തൻ്റെ മകളെ കാണാനില്ല എന്നൊരു പരാതി ഈ പോലീസിന് സമർപ്പിച്ചു. അത് കൊടുക്കാനുള്ള കാരണം അവരവിടെ അന്നേ ദിവസം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഗോപിച്ചെട്ടിപ്പാളയത്ത് ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അവർ നേരത്തെ ഒരു തുണിക്കടയിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഈ സോണിയ. അവരുടെ ഭർത്താവ് 2023 ജാനുവരി മാസം 27 മരണപ്പെട്ടതാണ്. അപകടത്തിലാണ് ഈ ഭർത്താവ് മരണപ്പെട്ടതെന്നാണ് വിവരം. അതിനുശേഷമാണ് ഗോപിച്ചെട്ടിപ്പാളയത്തെ തുണിക്കടയിൽ ഇവരൊരു ജോലിക്കായി എത്തുന്നത്. ഇവർക്ക് 2 മക്കളുമുണ്ട്. അവിടെ വെച്ച് ഇവർ ഈ കൊലയാളിയായിട്ടുള്ള മോഹൻകുമാറിനെ പരിചയപ്പെടുന്നു. പിന്നെ ആദ്യം ഇവരുടെ സൗഹൃദത്തിലാവുന്നു. പിന്നീട് ഇവർ അതൊരു പ്രണയബന്ധത്തിലേക്ക് വഴിമാറുന്നു. ഇയാൾ ബികോം ബിരുദധാരിയാണ് ഈ മോഹൻകുമാർ. 27 വയസ്സാണ് പ്രായം. അതേസമയം സോണിയയ്ക്ക് 37 വയസ്സ് പ്രായമുണ്ട്. ഇവർ പിന്നീട് സ്ഥിരമായിട്ട് ഈ പറയുന്ന ഗോപിച്ചെട്ടിപ്പാളയത്തിനടുത്തുള്ള വാഴത്തോപ്പിൽ, ഇയാൾക്കൊരു സ്വന്തമായൊരു വാഴത്തോപ്പുണ്ട്. ഈ വാഴത്തോപ്പിലൊരു ഷെഡുണ്ട്. ഇയാൾ സ്ഥിരമായിട്ട് ഈ യുവതിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു. അങ്ങനെ ആ ബന്ധം വലിയ രീതിയിൽ വളർന്നു. ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ബന്ധം ഇങ്ങനെ പോകുന്നതിനിടെ ഇയാളുടെ ഭാര്യ പിണങ്ങി നിൽക്കുകയായിരുന്നു. ഭാര്യയുടെ വീട്ടിലാണ്, മോഹൻകുമാറിൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് ഉള്ളത്. ഭാര്യ തിരിച്ചു വരാനുള്ള നീക്കങ്ങൾ ഈ മോഹൻകുമാർ നടത്തുന്നു എന്ന് ഈ സോണിയ അറിയുന്നു. അതോടുകൂടി സോണിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു സോണിയയുടെ ആവശ്യം. മോഹൻകുമാർ അതിന് തയ്യാറായതുമില്ല. അങ്ങനെ സോണിയെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു മോഹൻകുമാറിൻ്റെ ചിന്ത. അവിടെ വാഴത്തോപ്പിൽ കുറച്ച് ദിവസങ്ങളായി ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും വാഴക്കുലയും അതുപോലെ തന്നെ അവിടെ നിന്നും വെട്ടുന്ന വാഴ ഇലയും ഒക്കെയാണ് ഇതിൻ്റെ വരുമാനം ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസം അവിടെ തൊഴിലാളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ 29 രാത്രിയിൽ ഈ സോണിയ ജോലി കഴിഞ്ഞിറങ്ങിയ സോണിയെ ഈ മോഹൻകുമാർ അയാളുടെ 2 വീലറിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഈ വാഴത്തോപ്പിലേക്ക് പഴയതുപോലെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഒരു കനാൽ, ഈ വാഴത്തോപ്പിന് അരികിലൊരു കനാലുണ്ട്. അതിൻ്റെ പേരാണ് ഭവാനി കനാൽ. അത് ഈ വാഴത്തോപ്പിനോട് ചേർന്നാണ് അത് പോകുന്നത്. അതിൻ്റെ സമീപത്ത് ഈ സോണിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ 3 അടിയോളം താഴ്ചയിൽ ഒരു വലിയ കുഴി ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട ശേഷമാണ് ഇയാൾ നേരെ സോണിയെ വിളിക്കുന്നതിന് വേണ്ടി, ജോലി കഴിഞ്ഞിറങ്ങുന്ന സോണിയെ വിളിക്കുന്നതിന് വേണ്ടി ഈ ഗോപിച്ചെട്ടിപ്പാളയത്തേക്ക് പോകുന്നത്. അവിടെ എത്തുന്നു. സോണിയയുമായി വിളിച്ചുകൊണ്ട് സോണിയെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ഇയാൾക്ക് 2 ഉദ്ദേശമുണ്ട്. ഒന്നുകിൽ സംയമനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഭാര്യയെ തിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക, സോണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ ബന്ധം തുടരാമെന്നും എന്നാൽ ഭാര്യ വരുന്നതിൽ താൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് സംയമനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് ആദ്യത്തെ തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, അത് ഈ സോണിയ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തിയ ശേഷം ഇത് ഈ കുഴിയിൽ മറവ് ചെയ്യുക. ഇതായിരുന്നു ഇയാളുടെ പ്ലാൻ. അങ്ങനെ ആ പദ്ധതിയിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. രാത്രി 8 മണിയോടെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ഇവർ അവിടെ ആ ഷെഡിൽ കഴിഞ്ഞു. അന്നും ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സോണിയോട് പറഞ്ഞപ്പോൾ സോണിയ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്നു. ഈ ഷെഡിനകത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലിനകത്ത് ഇരുന്നു. അപ്പോൾ മോഹൻകുമാർ വെള്ളം കുടിക്കാൻ എന്ന രീതിയിൽ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറകുവശത്തേക്ക് പോവുകയും അവിടെ പുറകുവശത്ത് വെച്ചിരുന്ന വലിയ കല്ലെടുത്ത് ഈ സ്ത്രീയുടെ തലയിൽ അടിക്കുകയും ചെയ്തു. അവർ ഇങ്ങനെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അടിച്ചതോടുകൂടി ഇവർ ബോധമറ്റ് കട്ടിലിൽ വീണു. തുടർന്ന് നേരത്തെ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ഇയാൾ ഇവരുടെ കഴുത്തറത്തു. നെഞ്ചിലും കത്തി ആഴ്ത്തി ഇറക്കി.
അങ്ങനെ ഇവരുടെ മരണം അത് ഇയാൾ ഉറപ്പിച്ചു. ഇതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി ഇയാൾ ഈ മൃതശരീരം കട്ടിലിൽ നിന്നും തറയിലേക്ക് വലിച്ചിടുകയും അവിടെ നിന്നും ഈ സ്ത്രീയുടെ കാലുകൾ പിടിച്ച് വലിച്ച് ഈ കുഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഈ കുഴിയിൽ ഈ മൃതശരീരം ഇട്ട ശേഷം ഇയാൾ ആ കുഴി മൂടപ്പെട്ടു. ഒട്ടുമിക്ക കൊലപാതകത്തിലും സംഭവിക്കുന്ന പോലെ തന്നെ ഒട്ടുമിക്ക ക്രൈമുകളിലും സംഭവിക്കുന്ന പോലെ തന്നെ ചില തെളിവുകൾ അത് എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ബാക്കിയാവും. ഇയാൾ ഈ കാല് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കുറച്ച് മുടി അവിടെ പറഞ്ഞു പോയിരുന്നു. അത് ആ തറയിൽ കിടപ്പുണ്ടായിരുന്നു, ആ മണ്ണിൽ കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ മൃതശരീരം അവിടെ കൊണ്ടുവന്ന് ആ കുഴിയിൽ കുഴിച്ചിട്ടത്. മുടി സ്ത്രീയുടെ നീളമുള്ള മുടിയാണല്ലോ, ആ മുടി അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതും കൂടാതെ ആ രാത്രിയിലെ വ്യഗ്രതയിൽ ഇയാളുടെ കയ്യിൽ നിന്നും ആ കത്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അത് അവിടെ മണ്ണിൽ ചേർന്ന് കിടന്നു. ഒക്ടോബർ 30 രാത്രിയിൽ കനത്ത മഴ പെയ്തു. ഇതിന് ശേഷമാണ് വ്യാഴാഴ്ച ഈ പരാതി പോകുന്നത്. ഗോപിച്ചെട്ടിപ്പാളയത്ത് ഇവരുടെ മാതാവ് തൻ്റെ മകളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്നുള്ള പരാതി കൊണ്ടുപോയി സമർപ്പിച്ചത്. അങ്ങനെ ഒക്ടോബർ 30 രാത്രിയിൽ കനത്ത മഴ പെയ്തു. കൂണ് വിരിഞ്ഞോ എന്നറിയുന്നതിന് വേണ്ടി മുരുകേശൻ എന്ന് പറയുന്ന ഈ വാഴത്തോപ്പിലെ തൊഴിലാളി, അന്നേ ദിവസം അയാൾക്ക് ഇവിടെ ജോലിയില്ല, പക്ഷേ കൂണുണ്ടോ, വാഴത്തോപ്പിൽ കൂണുകൾ വിരിഞ്ഞിട്ടുണ്ടോ, മുളച്ചു പൊന്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇയാൾ അവിടേക്ക് വരികയാണ്. അങ്ങനെ ഇയാൾ അവിടെ വന്ന് ഈ കൂണുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇയാളുടെ കണ്ണിൽ ഈ രക്തം പുരണ്ട കത്തി ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നാലെ ഇയാളുടെ കണ്ണിൽ ഈ സ്ത്രീയുടെ നീളമുള്ള മുടിയും അതുപോലെ തന്നെ ബ്ലഡ് അതിൽ കലർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും, ഈ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചല്ലോ, അപ്പോൾ തല പൊട്ടി മുടിയിൽ ഈ ചോര മുടിയിൽ പടർന്നു പിടിക്കുകയും അത് ചേർന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇയാൾ നേരെ മോഹൻകുമാർ എന്ന് പറയുന്ന ഈ വാഴത്തോപ്പിൻ്റെ ഉടമയെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് അയാളോട് പറഞ്ഞു. ഇത് കേട്ട മോഹൻകുമാറിന് ഗത്യന്തരമില്ല. തൊഴിലാളിയാണ് ഇത് കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ മുരുകേശൻ എന്ന് പറയുന്ന തൊഴിലാളി ഇത് മോഹൻകുമാറിനോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ വരുന്ന മറ്റു തൊഴിലാളികളെ കൂടി ഇയാൾ ഇത് അറിയിച്ചു. ഇവർക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ ഇയാൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ്. ഇനി ഇത് ഒളിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയ മോഹൻകുമാർ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. അങ്ങനെ പോലീസും വന്നു, പോലീസിൻ്റെ ഡോഗും വന്നു. അങ്ങനെ ഈ ഡോഗ് മണം പിടിച്ച് ഈ മുടിയിൽ നിന്നുള്ള സ്മെല്ലൊക്കെ പിടിച്ച് പോകുന്നത് ഈ ഭവാനി കനാലിൻ്റെ അരികിലേക്കാണ്. ഈ ഡോഗ് ചെന്ന് നിന്നിടത്ത് പോലീസ് കുഴിയെടുത്തു. കുഴി മാന്തി ചെന്നപ്പോൾ ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരം അത് അഴുകി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം 48 മണിക്കൂറോളം അതിന് പഴക്കമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഈ ബോഡി കണക്കാക്കുന്നത് അങ്ങനെയാണ്, പഴക്കം കണക്കാക്കുന്നത്. പ്രാഥമികമായി പോലീസിന് ബോധ്യപ്പെടുന്നത് ഈ പുഴു ഉണ്ടാവും ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഏത് ശരീരമാണെങ്കിലും അങ്ങനെ തന്നെ, അത് അഴുകി തുടങ്ങുമ്പോൾ അത് പുഴു ഉണ്ടാവും. ഈ പുഴുവിന് നിറവ്യത്യാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ നിറത്തിനും ഓരോ കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. പുഴുവിൻ്റെ നിറവ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ ബോഡിയുടെ കാലഘട്ടം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ക്രൈം പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ആരോപണമുണ്ട്, ഇങ്ങനെ ക്രൈം ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ പോലീസിന് ബോഡിക്ക് പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസ് അത് നേരെ പോസ്റ്റ്മോർട്ടത്തിന് ഓട്ടോപ്സിക്ക് അയച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ഈ സ്ത്രീയുടെ പ്രായം ഏകദേശം 35 to 40. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇത് ലൈംഗിക ബന്ധത്തിൽ, മരണത്തിന് മുമ്പ് ഈ സ്ത്രീയുമായിട്ട് ആരോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകം മരണകാരണം സ്ത്രീയുടെ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണെന്നും പോസ്റ്റ്മോർട്ടം പറഞ്ഞു. മാത്രമല്ല തലയിൽ ശക്തമായ വസ്തുക്കൾ കൊണ്ട്, വസ്തു എന്തോ ഒന്നുകൊണ്ട് അടിച്ചിരുന്നു. ഇതും പറയുന്നുണ്ടായിരുന്നു. പണ്ടേ അഭയ കേസിൽ നാർക്കോ അനാലിസിസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കേസിലെ പ്രതിയായിരുന്ന സിസ്റ്റർ സ്റ്റെഫി പറയുന്നുണ്ടായിരുന്നു, കൂടം പോലെയുള്ള വസ്തു ഉപയോഗിച്ച് ഞങ്ങൾ തലക്കടിച്ചു എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നത്. അതുപോലെ ശക്തമായ ഏതോ ഒരു വസ്തു വെച്ച് ഈ സ്ത്രീയുടെ തല ആരോ അടിച്ച് തകർത്തിട്ടുണ്ട്. പക്ഷേ മരണകാരണം അതല്ല, കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും റിപ്പോർട്ട് പറഞ്ഞു. അങ്ങനെ പോലീസ് അന്വേഷിച്ചു. 30-നും 40-നും ഇടയിലൊക്കെ പ്രായത്തിൽ ഉള്ള സ്ത്രീയുടെ മാൻ മിസ്സിംഗ് കേസുകൾ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ആ ഗോപിച്ചെട്ടിപ്പാളയത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ അങ്ങനെ ഒരു കേസുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി ഈ മൃതശരീരം കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതെൻ്റെ മകൾ ആർ സോണിയ ആണ്, അവൾ ഭർത്താവ് മരണപ്പെട്ടു, ഇവിടെ ഗോപിച്ചെട്ടിപ്പാളയത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു, ഇത് ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ പോലീസ് എളുപ്പമാണ്, പോലീസിനിപ്പം കാര്യങ്ങളൊക്കെ എളുപ്പം അന്വേഷിക്കാൻ പറ്റും. അത് പോലീസ് ഒന്ന് CCTV ഉണ്ട്, ഒന്ന് പിന്നെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തത് CDR. പോലീസ് ഈ സോണിയയുടെ CDR എടുത്തു. സോണിയ ആരെയാണ് ഏറ്റവും അവസാനം വിളിച്ചിരിക്കുന്നത്, സോണിയ ആരാ ഏറ്റവും അവസാനം വിളിച്ചു. അപ്പോൾ വിളിച്ച് കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വിളിച്ചിരിക്കുന്നത് മോഹൻകുമാറിനെ തന്നെയാണ്. മാത്രമല്ല ഈ മോഹൻകുമാർ ദീർഘനാളായി
സോണിയെ അങ്ങോട്ടും വിളിക്കുന്നുണ്ട്, സോണിയ തിരിച്ചും വിളിക്കുന്നുണ്ട്. സോണിയയുടെ ഏറ്റവും അവസാനത്തെ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വാഴത്തോപ്പിന് അരികിൽ തന്നെയാണ്. ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ടവറിലാണ് ഇവർ വന്നിരിക്കുന്നത്. പോലീസ് ഉറപ്പിച്ചു കൊലയാളി ഇയാൾ തന്നെ. പോലീസ് നേരെ ഇയാളെ വിളിപ്പിച്ചു. കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനെന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചു വരുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു. മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് എവിഡൻസ് ആണ് പോലീസ് കൊണ്ടുവന്ന് മുന്നിലിട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ശരീരത്തിലെ ഈ പറയുന്ന ബീജം ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും പോലീസിന് എല്ലാ തെളിവുകളും ഉണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കേസ് കൂടിയായി. ഇയാൾ സമ്മതിച്ചു. ഇനി കുറ്റം അഡ്മിറ്റ് ചെയ്യാതെ മറ്റൊരു മാർഗം അയാളുടെ മുന്നിൽ അപ്പോഴുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞു, വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്നില്ല. തൻ്റെ ഭാര്യ താനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞ് കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ തുണിക്കടയിലേക്ക് താൻ പോകുന്നതും സോണിയെ താൻ പരിചയപ്പെടുന്നത്. പിന്നെ സോണിയ ആദ്യമൊക്കെ ഭർത്താവ് മരിച്ച ദുഃഖങ്ങളൊക്കെ തന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. സോണിയെ താൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ സോണിയ തൻ്റെ ഭാര്യ തന്നെ ഫോണിൽ വിളിക്കുന്ന കാര്യമൊക്കെ ഈ സോണിയ അറിഞ്ഞു. സോണിയ എപ്പോഴും അറിഞ്ഞെന്ന് ചോദിച്ചാൽ, സോണിയ ഒരു ദിവസം വാഴത്തോപ്പിൽ തനിക്കൊപ്പം ഈ പറയുന്ന ഷെഡിൽ കഴിയവേ തൻ്റെ ഭാര്യ തനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ സോണിയ എടുത്ത് വായിച്ചു. അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒടുവിൽ ഒഴിവാക്കാൻ ഒരു മാർഗവും ഇല്ല. സോണിയയോട് താൻ പറഞ്ഞു, ഈ സംയോജനത്തിൽ പറഞ്ഞു, തനിക്ക് ഭാര്യയെ കൊണ്ടുവരണം, ഭാര്യയെ കൊണ്ടുവന്ന് ജീവിക്കാൻ നമ്മൾക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അതിന് തയ്യാറല്ലെന്ന് മാത്രമല്ല തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയി താനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറയുമെന്ന് സോണിയ പറഞ്ഞപ്പോഴാണ് താൻ കൊലപ്പെടുത്തിയെന്ന് മോഹൻകുമാർ സമ്മതിച്ചു. ഏതായാലും മോഹൻകുമാർ ഇപ്പോൾ റിമാൻഡിലാണ്. കൊലപാതക കേസാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ അയാൾ അകത്ത് കിടന്ന് വിചാരണ നേരിടേണ്ടി വരും, ശിക്ഷ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ 90 ദിവസത്തിനകം കുറ്റപത്രം പോലീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കും. സാധാരണഗതിയിൽ ഇത്തരം കൊലപാതക കേസുകളൊന്നും തമിഴ്നാട് പോലീസ് വളരെ വൈകിപ്പിച്ചാണ് ഇത് കുറ്റപത്രം കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ അവരുടെ ക്യൂ ബ്രാഞ്ച് ഇടപെടണം. ക്യൂ ബ്രാഞ്ചിലേക്ക് കേസൊക്കെ പോകുമ്പോഴാണ് കാര്യമായ അന്വേഷണം നടക്കുകയും പെട്ടെന്ന് തന്നെ കുറ്റപത്രമൊക്കെ കോടതിയിൽ ഒരു ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഈ ക്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ശരി.